ശരിക്കും ഖുർആൻ പോലും ഓതാൻ അറിയാത്ത ഈ ഇത്തയാണ് വന്നിട്ട് നമുക്ക് മന്ത്രിക്കാൻ പഠിപ്പിച്ചു തരുന്നുള്ളത്. മന്ത്രിക്കാൻ ഊതുന്നതാണെങ്കിലോ അതിരിക്കട്ടെ, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലോ തുള്ളിക്കളിയാണ്, ചാടിക്കൊണ്ട് കളിക്കുകയാണ്. തൻ്റെ വസ്ത്രം മുഴുവനായിട്ടും എല്ലാ ആൾക്കാരും കാണണമെന്ന് കരുതിയിട്ട് വീഡിയോൻ്റെ ഇടയ്ക്കിടയ്ക്ക് താഴെയൊക്കെ കാണിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ സ്ക്രോൾ ചെയ്തൊക്കെ ഡ്രസ്സൊക്കെ കാണിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഉമ്മാമയെ കാണിച്ചു തരട്ടെ. നമ്മൾ മുമ്പൊരു പ്രാവശ്യം ഒരു 2-3 പ്രാവശ്യം എന്തോ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോൻ്റെ അകത്ത്. അതിനുശേഷം ഇപ്പോൾ മൊത്തമായിട്ടും ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഉസ്താദന്മാരൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഈ ഒരു ഉമ്മാമനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഉമ്മാമനോട് വിരോധം ഉണ്ടായത് കൊണ്ടല്ല ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വയസ്സായ ഒരു ഉമ്മാമയല്ലേ, അറിയാതെ ആയിരിക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തൽ എന്ന് മാത്രം എന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉമ്മാമ ഏതായാലും ഈ വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം മുമ്പൊരു പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്ത സമയത്തും നമ്മുടെ തംബ്നെയിൽ വെച്ചിട്ട് അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിട്ടിരിക്കട്ടെ, ഉമ്മാമ നിങ്ങളോട് ചില കാര്യങ്ങൾ എനിക്ക് ഉണർത്താനുണ്ട്. ഈ ഉമ്മാമനോട് മാത്രമല്ലാതെ വേറെയും ചില ഉമ്മാമമാരൊക്കെ നമ്മുടെ യൂട്യൂബ് രംഗത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം രംഗത്തൊക്കെ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ വയസ്സായ സമയത്ത് വേറൊന്നും ചെയ്യാനില്ലാത്ത സമയത്ത് ഇത്തരത്തിലുള്ള ചില കുസൃതികളുമായിട്ട് അവർ മുമ്പോട്ട് വരും. പക്ഷേ കൂടിപ്പോയ കുസൃതി കാണിക്കുന്ന ഒരു ഉമ്മാമയുണ്ട്. അതാണ് സാബി ഇത്ത എന്ന് പറയുന്ന ഒരു ഉമ്മാമ. ഈ ഉമ്മാമനെ കുറിച്ചിട്ട് റസ വ്ളോഗ്സിലെ ഉസ്താദ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ ചില ആൾക്കാരൊക്കെ വീഡിയോ ചെയ്തതായിട്ട് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഏതായാലും ഇരിക്കട്ടെ, നമ്മളൊന്ന് പറഞ്ഞു തന്നാൽ അതിനെ സ്വീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിനെ ഒരു വാശി എന്ന രീതിയിൽ അവരുടെ ഭാഗം മാത്രം ന്യായീകരിച്ചു കൊണ്ടാണ് ഈ ഉമ്മാമ സംസാരിക്കാറുള്ളത് പതിവായിട്ടും. നമ്മളിനി എന്ത് സംസാരിച്ചാലും എത്ര തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ഈ ഉമ്മാമൻ്റെ അടുത്ത്. കാരണം ഉമ്മാമൻ്റെ വായിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. ഈ അടുത്ത് ഒരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു ഉമ്മാമൻ്റെ. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന് കേട്ട് നോക്കിയ റജബ് മാസമല്ല, നല്ലൊരു മാസമാണ്, ഈ മാസത്തിൽ അങ്ങനെയാണ്, മൊബൈലൊക്കെ ഒന്ന് മാറ്റി സൈഡിൽ വെച്ചോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഉമ്മാമൻ്റെ വീഡിയോ ആദ്യം നമുക്കൊന്ന് കേട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇൻഷാ അല്ലാഹ് കൂടെ തന്നെ ഉണ്ടാവണം. അവസാന ഭാഗം വരെ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒന്ന് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. അല്ലേ ഇത് നല്ലൊരു ദിവസങ്ങളല്ലേ ഇത്? നിങ്ങളിത് സലാം വീട്ടുപാട് നിങ്ങൾ ഫോണും കൈ പിടിച്ചിട്ടല്ലേ കുത്തിരിക്കുന്നത്? മുസാഫ് കൊടുത്ത് കൈ പിടിച്ച് കുത്തിരിക്കേണ്ട ദിവസങ്ങൾ നിങ്ങൾ ഈ ഫോൺ കയ്യിൽ താഴെ വെക്കുന്നുണ്ടോ? നിങ്ങൾ ഫോണും കൈ പിടിച്ച് എത്ര അന്യ പുരുഷന്മാരെ നിങ്ങൾ കാണുന്ന ഈ ടച്ച് ഫോണെന്ന്, എത്ര അന്യ സ്ത്രീകളെ ശരീരഭാഗങ്ങളാണ് നിങ്ങൾ ഈ ടച്ച് ഫോണെന്ന് കാണുന്നത്. നിങ്ങളെ കണ്ണ് നരകത്തിലല്ലേ മക്കളെ? അല്ലേ നമ്മൾ കാണലും തെറ്റാണെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ലേ? ഈ നല്ലൊരു ദിവസം മാസം നിങ്ങൾക്ക് ഓർമ്മയില്ലേ പൊന്നു മക്കളെ? നിങ്ങളിത് നിസ്കാരത്തിൽ സലാം വീട്ടിൽ ഉടനെ തന്നെ ഫോണും കൈ പിടിച്ച് ഇത്രയും ദീന് പറഞ്ഞ ഈ ഇത്താൻ്റെ കാര്യം നമുക്കൊന്ന് അറിയണ്ടേ? ഈ ഉമ്മാമൻ്റെ വിഷയങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? ഒന്ന് ഇൻസ്റ്റാഗ്രാം ഓപ്പണാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മൊത്തമായിട്ടും ഇത്രയും പറഞ്ഞു തരുന്ന നല്ല ഈമാനുള്ള ഉമ്മാമ വേറെ യൂട്യൂബിൽ ഇത്തരത്തിലുള്ളത് ഇല്ല എന്നാണ് വിഷയം. അവർ ഇത്തരത്തിലുള്ള ദീനിയായ വിഷയങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വലിയ രീതിയിൽ സംസാരിച്ചിട്ട് നല്ല ഗൗരവത്തോടു കൂടി പറഞ്ഞിട്ട് അങ്ങ് ഇൻസ്റ്റാഗ്രാമിൽ പോയിരുന്ന് തുള്ളുകയാണ്. ഉസ്താദന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഉസ്താദന്മാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കുറേ പറയുന്നതായിട്ടും കേൾക്കാൻ വേണ്ടി. എന്ത് സംസാരിച്ചാലും ഉസ്താദന്മാർ അത് ചെയ്യണം, ഉസ്താദന്മാർ ഇവിടെ വന്നിട്ട് ഒന്ന് ഡാൻസ് കളിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ പാട്ട് വെച്ച് ഇവിടെ തുള്ളുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇല്ലല്ലേ? സത്യം എന്താണെന്നല്ലേ വിളിച്ച് പറയുന്നുള്ളത്. ഓക്കെ, ആ ഇത്താൻ്റെ ഡാൻസ് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ട് നോക്കണം. ഇതിൽ ഞാൻ അവരുടെ മുഖം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ജസ്റ്റ് കേട്ട് നോക്കുക. സ്ത്രീകളുടെ മുഖം പൊതുവെ കാണിക്കാൻ പാടില്ല എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവർക്കത് പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊണ്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കിയേ. അല്ല, കാണാനുള്ളതാണ്. എന്താ നാണമല്ലേ? ഇത്തരത്തിലുള്ള വീഡിയോസാണ് ഈ ഇത്ത ചെന്നവിടെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്തെങ്കിലും പറഞ്ഞ് വീഡിയോ ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ പടച്ചതായിട്ട് തമ്പുരാന്, പിന്നെ ആ ഇത്താൻ്റെ വായിൽ നിന്ന് വരുന്നത് മൊത്തമായിട്ടും എന്തെങ്കിലും ഒരു അറിവുമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന സംസാരങ്ങൾ ചിലതൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? അതുപോലത്തെ സംസാരങ്ങളാണ് ഈ ഒരു ഉമ്മാമൻ്റെ വായിൽ നിന്ന് വരുന്നുള്ളത്. ഈ ഉമ്മാമനോട് എനിക്ക് പറയാനുള്ളത്,
ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്. ഇത് കണ്ട് കുറേ ആൾക്കാർ കുത്തിരിക്കുന്നുണ്ടാവും, കളിയാക്കുന്നുണ്ടാവും. അല്ല, ഇവരുടെ ഫാമിലിക്ക് തന്നെ വലിയൊരു നാണക്കേടായി പോവും എന്നുള്ളതാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഓക്കെ, അതേപോലെ മറ്റേ റസ വ്ളോഗ്സ് എന്ന് പറയുന്ന ഉസ്താദ്, ആ ഒരു ഉസ്താദും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഉസ്താദിൻ്റെ വീഡിയോ ഞാൻ അവസാന ഭാഗത്ത് കാണിച്ചു തരാം. എന്നാലും ഈ ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെയായി ശബ്ദിച്ച നമ്മുടെ നൗഷാദ് ബാക്കവി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പും കൂടി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. അതൊന്ന് കേട്ട് നോക്കിയേ. ഈ സാബി ഇത്ത മാത്രമല്ലാതെ പല ആൾക്കാരും ഇപ്പോൾ യൂട്യൂബിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അവർക്കും കൂടിയാണ് ഈ ഒരു വീഡിയോ. ഇവരെ മാത്രം എടുത്ത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് അത്തരത്തിൽ അവർ ആണെങ്കിലോ ദീനികാര്യമായിട്ടൊന്നും സംസാരിക്കാത്ത അല്ലെങ്കിൽ അവരുടേതായ ഹാലിൽ പോയ ആൾക്കാരാണ്. പക്ഷേ ഇവരാണെങ്കിലോ ഉസ്താദന്മാരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടും അല്ലാതെ ദീനിലിങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, മാത്രമല്ല മന്ത്രിക്കാനൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്ന വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ഇത് കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാനും ചില ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഇതില്ലാത്ത ആൾക്കാർ. ഓക്കെ, അതില്ലാത്ത ആൾക്കാരുമുണ്ട്. ഇരിക്കട്ടെ, നമുക്ക് ഈ ഇത്താൻ്റെ ഒരു വീഡിയോ, ഇത് നൗഷാദ് ബാക്കവി ഉസ്താദിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടില്ലേ? 40 വയസ്സ് കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 വയസ്സായ ഉമ്മാമ്മമാർക്കാണ് ഇപ്പൊ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ സെറ്റ് ആവാൻ ആഗ്രഹം വന്നത്. ചെവിക്കകത്ത് പൂവൊക്കെ വെച്ച് മക്കള് സെറ്റാക്കി കുട്ടി മക്കുട്ടു സെറ്റാക്കി 75, 70, 60 വയസ്സൊക്കെ ആവുമ്പോൾ ദിക്റും സലാത്തും ചൊല്ലി അടങ്ങി ഒതുങ്ങി ചെറുമക്കൾക്ക് ഉപദേശം കൊടുത്ത് വീട്ടിൽ ഇരിക്കാനുള്ളവരല്ലേ. ഈ ചെറിയ മക്കളാണ് അവരെ കുത്തിത്തിരിപ്പിച്ചിറക്കുന്നത്. പിന്നെ ഒരു തട്ടമുണ്ടെങ്കിൽ വൈറലാവാൻ എങ്ങും പോണ്ട. സിനിമാ തിയേറ്ററിൽ പോയാലും തട്ടം, പൂരപ്പറമ്പിൽ പോയാലും തട്ടം, ന്യൂ ഇയറിന് പോയാലും തട്ടം. ഇടാത്തവര് മനഃപൂർവ്വം ഇട്ട് ഒരു മൊബൈലിന്റെ മുമ്പ് വന്ന് നിന്നാൽ നല്ല കച്ചവടമാണിപ്പോ. അതുകൊണ്ട് കുറെ ഉമ്മമാരിറങ്ങിയിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ചില ആളുകൾ ഇത് കേൾക്കുമ്പോ പറയാം, അവരാഘോഷിക്കട്ടെ ഉസ്താദേ, നിങ്ങൾക്ക് മാത്രം മതിയോ പ്രസംഗവും യൂട്യൂബും ചാനലും ഒക്കെ? അവരാഘോഷിക്കട്ടെ, അവർക്ക് ആഘോഷിക്കാൻ ഒന്നുമില്ലല്ലോ, അവര് പാവപ്പെട്ട ഉമ്മമാരല്ലേ, അവരാഘോഷിക്കട്ടെ. ആഘോഷം ഇങ്ങനെയല്ല ഇസ്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ സ്നേഹസാഗരത്തിൽ വരൂ, പ്രായമായവരുടെ ആഘോഷം ഞാൻ കാണിച്ചു തരാം. എന്താ ആഘോഷം? നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരു വീട്ടിൽ മര്യാദയോടെ ദിക്ർ ചൊല്ലി ഖുർആൻ ഓതി കഴിയേണ്ട ഉമ്മ എത്രമാത്രം ദീനിന്റെ ചൈതന്യത്തെ ഒരു കുടുംബത്തിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റും? അത് മുഴുവനും മോഷണം നടത്തിക്കൊണ്ടു പോകുന്ന കാലമാണ്. ആ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കുന്നവർ, ആ കാലഘട്ടത്തിൽ ദുഹാ നിസ്കരിക്കുന്നവർ, ആ കാലഘട്ടത്തിൽ തബാറക്കല്ലദി ഓതുന്നവർ, ആ കാലഘട്ടത്തിൽ യാസീൻ ഓതുന്നവർ, ആ കാലഘട്ടത്തിൽ ഒരു ദിവസം 1000 സ്വലാത്ത് ചൊല്ലുന്നവർ, ഫലഹു അജ്റു മിഅത്തു ഷഹീദ് എന്ന് പറഞ്ഞ ഹദീസിൽ അവരുൾപ്പെടും. 1000 ഷഹീദിന്റെ 100 ഷഹീദിന്റെ കൂലി അവർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞത് വെറുതെയല്ല. അത്രയും പ്രതിസന്ധി ഘട്ടമാണ് അത് പിടിച്ചു നിൽക്കാൻ. മാത്രമല്ല, ഈ ഇത്താൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, മൂപ്പർ ഈ ഇത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇരിക്കട്ടെ, ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് മുഴുവനായിട്ട് ഇങ്ങനെ കാണിക്കാറൊക്കെ ഉണ്ട്. ഇതൊക്കെയാണോ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്? ഇസ്ലാമിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഉണർത്തുക എന്നുള്ളത്. ഇനി അത് കണ്ടിട്ട് മറ്റാൾക്കാരും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഇത് അവർ ചെയ്യുന്നുണ്ടല്ലോ, അവൾ പറയുന്നല്ലോ, ഞാനും എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇനി തുള്ളാനൊക്കെ നിൽക്കേണ്ട എന്നാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നേരായ വഴിയിൽ സഞ്ചരിക്കാൻ അല്ലാഹ് നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസ വ്ളോഗ്സിൻ്റെ ഉസ്താദിൻ്റെ വീഡിയോ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്ലിപ്പ് കേൾപ്പിച്ച് തരാം. അതിനുശേഷം നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉസ്താദിൻ്റെ വീഡിയോ തന്നെ ചാനലിൽ തന്നെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഒന്ന് കേട്ട് നോക്കിയേ ഈ വീഡിയോ. ഇഷഫ എന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായോ? ഇഷ്ഫി എന്നാണ് വലിയ ഉദ്ദേശിക്കുന്നത്. വായിന്ന് പറഞ്ഞത് ഇഷഫ എന്നും പറഞ്ഞ ഉദാഹരണം അറിയണം. വല്യമ്മയുടെ ഇൽമാട്ടോ, മുത്തുമണികൾ പഠിച്ചോ, വേറെ ആരും പഠിക്കണ്ട. പിന്നെ യാസീൻ ഓതിയിട്ട് നമ്മളെ ഒരു യാസീനകത്ത് 7 മുബീനില്ല, 7 മുബീനും യാസീൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഈ നൂലിനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി വെക്കണം, കുടുക്കിട്ട് വെക്കണം നിങ്ങള്. എന്നിട്ട് മുബീൻ എത്തുമ്പോ ഷഫ്ന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് പീസ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നേരം ഇങ്ങനെ ചെയ്ത് വെച്ചോ. നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുമ്പോ ചെയ്ത് വെക്കുക. എന്നിട്ട് മുബീൻ എത്തുമ്പോ ഷഫ്
പറഞ്ഞ കൊടുക്കുക. പാവം വായിൻ്റെ ഇടയിലോട്ടൊക്കെ പോകണ്ട, അങ്ങനെ അജാതി കുത്തൊന്നും ഊതരുത് നിങ്ങൾ. പല്ലൊക്കെ വായിൽ കുടുങ്ങിയിട്ട് ഇനി പല്ലൊക്കെ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഇടയിൽ കുടുങ്ങുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. പാവം വല്യമ്മയുടെ ഓരോരോ അവസ്ഥ വിശേഷങ്ങളാണത്. ഊതുന്നത് ഈ വട്ടക്കണ്ണിൻ്റെ ഉള്ളിലായിരിക്കണം. അങ്ങനെ 7 മൊബീൻ കഴിഞ്ഞില്ല. പിന്നെ നിങ്ങളാ ചെല്ലേണ്ടത് ഇത്ര നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്ര നേരം നിങ്ങൾ ഇഷഫ എന്നാണ് ഊതിയതെങ്കിൽ ഇപ്പം ഇനി ഊതേണ്ടത് ഇഷഫ് ഫാ പറയരുത്, ഷഫ് ആ ഉഫിൽ നിൽക്കണം. മനസ്സിലാകുന്നുണ്ട? അത് ശരിക്കും ശ്രദ്ധിച്ച് നിങ്ങൾ ശരിക്കും ഖുർആന് പോലും ശരിക്കും ഓതാൻ അറിയാത്ത ഇത്തയാണ് വന്ന് മന്ത്രിക്കാനൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അത്ഭുതം തോന്നുന്നില്ലേ? ഇതാണ് കാലഘട്ടത്തിൻ്റെ പോക്കെന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.